നമസ്തേ. ഞാൻ ശ്രീരേഖ. രേഖ മേനൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ന്യൂ ഇയർ ആണ്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഈ പുതുവത്സരം എല്ലാവർക്കും ശാന്തി, സമാധാനവും, ഐശ്വര്യവും, സമൃദ്ധിയും എല്ലാവർക്കും എല്ലാവരുടെ കുടുംബത്തിലും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ നമ്മളുടെ മടിയെല്ലാം മാറ്റി വെച്ചിട്ട് ഇന്ന് ചെയ്യാവുന്നത് ഇന്ന് തന്നെ ചെയ്യണം കേട്ടോ. അങ്ങനെ ഒരു പ്രതിജ്ഞ നമ്മൾ എടുക്കണം. നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. എല്ലാം നമുക്ക് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ട്രൈ 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 എന്ന് പറയില്ല, അതുപോലെ ട്രൈ ചെയ്യാൻ ട്രൈ ചെയ്യാൻ ട്രൈ ചെയ്യാൻ. ഇതേപോലെ നമ്മൾ എപ്പോഴും എന്ത് ബുദ്ധിമുട്ടുള്ള സംഭവങ്ങളാണെങ്കിൽ പോലും നമുക്ക് സാധിക്കില്ല എന്ന് വിചാരിക്കരുത് കേട്ടോ. നമ്മൾ ഒരു പ്രാവശ്യം ചെയ്യാം, ചിലപ്പോൾ സക്സസ് ആയിന്ന് വരില്ല. 2 പ്രാവശ്യം ചെയ്യും, സക്സസ് ആയിന്ന് വരില്ല. വീണ്ടും വീണ്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. പണ്ട് ഞാൻ ഒരു എട്ടുകാലിയുടെ വല കൂട്ടുന്ന കഥ പറഞ്ഞ പോലെ, എട്ടുകാലി വല നീന്തോറും വീണുകൊണ്ടിരിക്കുകയാണ് അല്ലെ, പൊട്ടിക്കൊണ്ടിരിക്കുക. പക്ഷേ അതിൻ്റെ ക്ഷമ അല്ലെ, അത് വല അതായത് കൂടുണ്ടാക്കുന്നവരെ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ അതുപോലെ നമ്മൾ ഏത് പരാജയം നമുക്ക് വന്നാലും നമ്മൾ വിഷമിച്ചിരിക്കരുത്. അതിൽ നിന്ന് വീണ്ടും വീണ്ടും നമ്മൾ ചെയ്യാം കേട്ടോ. ഞാൻ ഇതിനെ തോറ്റു കൊടുക്കില്ല എന്ന് വിചാരിച്ച് എനിക്കിത് ചെയ്യാൻ സാധിക്കും, ഞാൻ ഒരിക്കലും തോറ്റു കൊടുക്കില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മുന്നേറിക്കൊണ്ടിരുന്നാൽ നമുക്ക് അതിൻ്റെതായ ഫലം കിട്ടും കേട്ടോ. എനിക്ക് നല്ല അനുഭവമാണ് കേട്ടോ. 3-4 പ്രാവശ്യമൊക്കെ നമുക്ക് എന്തെങ്കിലും സാധിക്കാതെ വന്നാൽ വീണ്ടും വീണ്ടും നമ്മളത് ചെയ്യാം കേട്ടോ. ഏത് ശക്തിയാണോ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് ആ ശക്തി അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഞാൻ ഒരിക്കലും തോൽവി വിട്ടുകൊടുക്കില്ല എന്ന് മനസ്സിൽ വിചാരിച്ച് എനിക്കിത് ചെയ്യാൻ സാധിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ചെയ്തോളൂ, നിങ്ങൾക്ക് സക്സസ് ആവും കേട്ടോ. ചിലവര് ഒരു പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്കും നിരാശരാകും. എനിക്കത് പറ്റൂല, എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് വെച്ച് നിരാശരാകും. അപ്പൊ എന്താ പറ്റുന്നത്? പിന്നെയും നമ്മൾ ചെയ്യാം കേട്ടോ. നിരാശരായിക്കൊണ്ടിരുന്നാൽ നമുക്ക് മുന്നേറുന്ന നമ്മൾ എന്തിനാണോ നമ്മൾ വിജയം കണ്ടെത്താൻ നോക്കുന്നത് അത് നമുക്ക് സാധിച്ചെന്ന് വരില്ല കേട്ടോ. അപ്പൊ ഒരിക്കലും വിഷമിച്ച് മാറിയിരിക്കരുത്. നമ്മൾ വീണ്ടും വീണ്ടും പരിശ്രമിക്കാം. എനിക്കത് ചെയ്യാൻ പറ്റും, ഞാനത് ചെയ്യും, ചെയ്തേ തീരൂ, ചെയ്തേ ഇരിക്കൂ എന്നൊക്കെ നിങ്ങൾ ദൃഢനിശ്ചയം ചെയ്തോളൂ. നിങ്ങൾക്ക് ആ കാര്യം ചിലപ്പോൾ 2 പ്രാവശ്യം പറ്റില്ലായിരിക്കാം, 3 പ്രാവശ്യം പറ്റില്ലായിരിക്കാം, 4-മത് 5-മത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് പറ്റുന്നവരെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഒടുക്കം നിങ്ങൾക്കത് സാധിക്കും കേട്ടോ. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരുപാട് പേരുടെ അനുഭവങ്ങൾ കേട്ടോ. എനിക്കും അതുപോലെയുള്ള നല്ല നല്ല അനുഭവങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് പ്രാവശ്യം ഒരുപാട് ചെയ്തിട്ടും സക്സസ് ആവാത്തത് വീണ്ടും വീണ്ടും ഞാനിത് തോറ്റു കൊടുക്കില്ല എന്ന് വിചാരിച്ച് നമ്മൾ മുന്നേറിക്കൊണ്ടിരുന്നാൽ നമുക്ക് വിജയം കണ്ടെത്താൻ പറ്റും കേട്ടോ. എത്ര നാൾ നമ്മൾ വിഷമിച്ചിരിക്കും? അതുകൊണ്ട് ഒരിക്കലും വിഷമിക്കരുത് കേട്ടോ. എനിക്കത് പറ്റില്ല, എന്നെക്കൊണ്ട് അത് പറ്റില്ല എന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. മറ്റുള്ളവർക്ക് പറ്റുമെങ്കിൽ എന്തുകൊണ്ട് എനിക്കും പറ്റിക്കൂടാ എന്ന് ഒരു ചിന്ത ഉണ്ടാവണം കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല ഉത്സാഹത്തോടു കൂടി വേണം മുന്നോട്ട് ഇറങ്ങാൻ കേട്ടോ. ഒന്നിനും ഒരു പരാജയമായിട്ട് കണ്ടെത്തരുത് കേട്ടോ. പരാജയം വിജയത്തിന്റെ മുന്നോടി എന്ന് പറയുമല്ലോ. അപ്പോൾ നമ്മൾ അതിനെ അതിജീവിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ. ചിലവര് ബിസിനസ്സൊക്കെ ചെയ്ത് മടുത്തു കഴിഞ്ഞാൽ പിന്നെ നിരാശരാകും. അത് വേണ്ട. നമ്മളെ കൊണ്ട് പറ്റാവുന്നത് അധികം പൈസ ചെലവില്ലാത്ത രീതിയിൽ നമുക്ക് എന്താണോ സാധിക്കുന്നത് അത് നമ്മൾ ചെയ്യാം കേട്ടോ. അതുകൊണ്ട് ഒരിക്കലും തളരരുത്, വിഷമിക്കരുത്. ന്യൂ ഇയർ എല്ലാവർക്കും ഉത്സാഹവും ഉന്മേഷവും നൽകട്ടെ കേട്ടോ എന്ന് വീണ്ടും വീണ്ടും ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആരും വിഷമിച്ചിരിക്കരുത് കേട്ടോ. നമ്മുടെ മുടിയുടെ കാര്യത്തിലും അതുപോലെ തന്നെയാണ് കേട്ടോ. ഒരു പ്രാവശ്യം ചെയ്തു ശരിയായില്ല, 2 പ്രാവശ്യം ചെയ്തു ശരിയായില്ല, അങ്ങനെ ഒന്നുമില്ല. ചിലർ മുടി കൊഴിച്ചിലിന് ഒരു പ്രാവശ്യം ചെയ്യും, എന്നിട്ട് മുടി കൊഴിച്ചിലുണ്ടെന്ന് പറയും. നിങ്ങൾ മുടി കൊഴിച്ചിൽ നിൽക്കണ വരെ നിങ്ങളത് ചെയ്തോളൂ. ആ ടിപ്സ് ചിലവർക്ക് 2 പ്രാവശ്യം 3 പ്രാവശ്യം, ചിലവർക്ക് ഒറ്റ പാക്കിൽ ശരിയാവും. അപ്പം നിങ്ങൾ അത് വെച്ച് വിഷമിക്കരുത്. ചിലർ പറയും ഞാൻ എന്ത് ചെയ്തിട്ട് എനിക്ക് സക്സസ് ആയില്ല എന്ന്. അങ്ങനെ വിചാരിച്ചിരിക്കണ്ട കേട്ടോ. നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കാം. നമ്മളെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. ഈശ്വരൻ കൂടെ ഉണ്ടല്ലോ, നമ്മളുടെ കൂടെ ഈശ്വരനുണ്ട്. അപ്പൊ എന്തിനും ഏതിനും ഞാൻ പറഞ്ഞ പോലെ ഈശ്വരനെ മുൻനിർത്തി നമ്മൾ ഏത് കാര്യം ചെയ്തോളൂ കേട്ടോ. നമുക്ക് സക്സസ് ഉണ്ടാവുള്ളൂ. ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഭഗവാനെ എങ്ങനെ കൂടെ കൊണ്ട് നടക്കാം. അപ്പോൾ കാണാത്തവര് ഒന്ന് കാണണം കേട്ടോ.
ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അതെങ്ങനെയാണ് അതിൻ്റെ ഞാൻ പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഒരുപാട് വിഷമിക്കുന്നവർക്ക് വളരെയധികം ഗുണപ്രദമാണ് കേട്ടോ ആ വീഡിയോ. നമ്മൾ കുഞ്ഞ് ഫോട്ടോ, കുഞ്ഞ് പ്രതിമ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളുടെ ബാഗിൽ വെച്ചുകൊണ്ട് പോകാം. ഞാൻ അതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, അതിനെ കഥ പോലെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടോളൂ കേട്ടോ. ബെൽ ബട്ടൺ അമർത്തിയാൽ നിങ്ങൾക്ക് ഓളെന്ന് അമർത്തിയ എല്ലാം കിട്ടും കേട്ടോ. അപ്പോൾ അതിൽ എങ്ങനെയാണ്, അതായത് നമ്മൾ ഒരു കുഞ്ഞു ഫോട്ടോ ആയാലും ശരി നമ്മളെ കൂടെ കൊണ്ട് നടക്കാം. ഈശ്വരനോട് പറഞ്ഞിട്ട് പോയാൽ നമുക്ക് സംസാരിക്കാം. ഈ ഭഗവാനോട് നമുക്ക് സംസാരിക്കാം. മതം അങ്ങനെ ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ. ഏത് ഇതിലാണോ വിശ്വസിക്കുന്നത് അതിലെ ദൈവങ്ങളെ നമുക്ക് പറയാം അല്ലേ. ഞാൻ പുറത്തു പോവുകയാണ്, എൻ്റെ കാര്യമൊന്ന് ഭംഗിയായി സാധിപ്പിച്ചു തരണേ, അപ്പൊ എന്നും കൂടെ ഉണ്ടാവണേ. നിങ്ങൾ ശരിക്കും ഈശ്വരനിലൊക്കെ അർപ്പിക്കാം, ഭഗവാനൊക്കെ എനിക്ക് സാധിച്ചു തരും എന്നുള്ള 100% ഒരു ആത്മവിശ്വാസം നമുക്ക് വേണം കേട്ടോ. ഇനി ഭഗവാനെ വിചാരിച്ചിട്ട് എന്താ കാര്യം, അങ്ങനെ ഒന്നും വേണ്ട. നമ്മൾ കുറച്ച് നാൾ അനുഭവിക്കാനുള്ളതായിരിക്കും നമ്മൾ അനുഭവിക്കുന്നത്. എപ്പോഴും പറയില്ലേ, ഒരു താഴ്ച ഉണ്ടെങ്കിൽ അതിനൊരു കയറ്റം ഉണ്ടാവും അല്ലേ. അപ്പോൾ ഒരു ദുഃഖമുണ്ടെങ്കിൽ അതിനൊരു സന്തോഷമുണ്ടാവും. എല്ലാത്തിനും അങ്ങനെ എത്ര നാൾ ഒരു മനുഷ്യൻ ദുഃഖിച്ചുകൊണ്ടിരിക്കും ഇല്ലേ. അപ്പൊ അതിനൊക്കെ നമ്മുടെ ആ സമയത്തിനാണ് നമ്മൾ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ചിലവർക്ക് ചില സാമ്പത്തിക നഷ്ടമൊക്കെ ഉണ്ടാവും അല്ലേ. ഒരുപാട് പൈസയൊക്കെ നഷ്ടം ഉണ്ടാവും. നമ്മൾ ബിസിനസ് തുടങ്ങിയിട്ടാണെങ്കിലും ചെയ്യണ മുഴുവനും നമുക്ക് നഷ്ടത്തിലേക്ക് വരും. അപ്പോൾ ശരിക്കും പറയുന്നത് ആൾ നഷ്ടത്തിന് പകരമാണ് പൈസ നഷ്ടപ്പെടണമെന്ന് പറയും. നമുക്ക് ഒരു കുടുംബത്തിലെ ഒരാൾക്ക് വരുന്ന ആപത്ത് നീക്കി തരും എന്നാ പറയുന്നത്. അപ്പോൾ നമുക്ക് പൈസ നഷ്ടപ്പെട്ടാലും ആ ആപത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിച്ചല്ലോ. അപ്പോൾ ആൾ നഷ്ടം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പൈസ നഷ്ടം സംഭവിച്ചത് എന്ന് പഴയ ആൾക്കാർ പറയാറുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഓ ആൾക്കൊന്നും വന്നില്ലല്ലോ, പൈസ നമുക്ക് പിന്നെ ഉണ്ടാക്കാവുന്നല്ലേ ഉള്ളൂ, ആളുണ്ടെങ്കിലല്ലേ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് കാര്യവും, അതിനാണ് ഞാൻ പറയുന്നത്, എന്ത് കാര്യവും നമ്മൾ ഈശ്വരനിൽ അർപ്പിച്ചോളൂ, നമുക്ക് വിജയം കണ്ടെത്താൻ സാധിക്കും കേട്ടോ. അപ്പൊ ആരും വിഷമിക്കരുത്. 1, 2, 3 പ്രാവശ്യം ചെയ്തു സക്സസ് ആയില്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മളിതിൽ സക്സസ് കണ്ടിട്ടേ മടങ്ങൂ, കണ്ടിട്ടേ ഇരിക്കൂ എന്ന് വിചാരിച്ച് നിങ്ങൾ നടന്നോളൂ. നിങ്ങളുടെ കാര്യം 100%ആയിട്ടും സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കേട്ടോ. അപ്പൊ ഈ പുതുവർഷം ആരൊക്കെ വിഷമിച്ചിരിക്കുന്നു അതെല്ലാം മാറ്റാം. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. ഇന്ന് അല്ലെങ്കിൽ നാളെ നമുക്ക് നേടാൻ പറ്റുന്നത് നമുക്ക് നേടാൻ സാധിക്കും എന്ന് വിചാരിച്ച്, ഞാൻ അങ്ങനെ പരാജയത്തിന് വിട്ടുകൊടുക്കില്ല എന്ന് വിചാരിച്ച് എനിക്ക് വിജയം കണ്ടെത്തണം എന്ന് നമ്മൾ സ്വയം മനസ്സിൽ ചിന്തിക്കുക. നമുക്ക് ഒരു ശക്തിക്കും നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല. കാരണം ഈശ്വരൻ കൂടെയുണ്ട്. ഈശ്വരന്റെ സാന്നിധ്യത്തിൽ, ഈശ്വരന്റെ പ്രസൻസിൽ നമുക്ക് വിജയം കണ്ടെത്താൻ സാധിക്കും കേട്ടോ. അപ്പൊ ഈശ്വരനെ മുൻനിർത്തിയിട്ട് വേണം നമുക്ക് കണ്ടുപിടിക്കാനായി. എല്ലാം നമ്മുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് സാധിപ്പിച്ചു തരും. നമ്മൾ അറിയാതെ തന്നെ സാധിച്ചു തരും. നമ്മൾ തന്നെ ചിലപ്പോൾ അതിശയപ്പെടും, ചിലപ്പോൾ പറയുമല്ലോ, ഓ ഞാൻ പോലും ചിന്തിച്ചില്ല കേട്ടോ അങ്ങനെ ആവുമെന്ന്. അത് നമുക്ക് അതിശയം. അതായത് ഈശ്വരൻ പല രൂപത്തിലായിരിക്കും നമ്മളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് സാധിപ്പിച്ചു തരുന്നത് കേട്ടോ. നമുക്ക് ഓരോ അനുഭവങ്ങളുണ്ട്. ഞാൻ എൻ്റെ അനുഭവകഥ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും കേട്ടോ. അപ്പൊ ഇതെല്ലാം നമുക്ക് ഈശ്വരനുണ്ട്, ഈശ്വരനിൽ മുൻനിർത്തി നമ്മൾ മുന്നോട്ട് പൊക്കോളൂ. ഇതിപ്പോ പറയാൻ കാരണം ഇത് പുതുവത്സരം ആണല്ലേ, ഒരു പുതിയ വർഷ ആരംഭമാണ്. അപ്പൊ ഒരിക്കലും നമ്മൾ പഴയ വർഷമൊക്കെ പൊക്കോട്ടെ, അതിനെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കണ്ട കേട്ടോ. പഴയതെല്ലാം പൊക്കോട്ടെ, നമ്മൾ ചിന്തിച്ച് സമയം കളയണ്ട. നമ്മൾ പുതിയതിനെ പുതുവർഷത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നതിനെ കുറിച്ച് ചിന്തിക്കാം. അപ്പൊ എല്ലാവരുടെയും സ്നേഹത്തോടുകൂടിയുള്ള പുതുവത്സര ആശംസകൾ സ്വീകരിച്ചിരിക്കുന്നു കേട്ടോ. എല്ലാവർക്കും തിരിച്ചും ആശംസകൾ നേരുന്നു കേട്ടോ. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടാണ് എനിക്കൊരു മോട്ടിവേഷൻ തരുന്നത്, ഇതുപോലെ പറയാനൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളിലൂടെ ഇതുപോലെ മോട്ടിവേഷൻ തരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ എല്ലാവരും ഭംഗിയായിട്ട് എല്ലാ കാര്യം ചെയ്യുക.
പിന്നെ ഇനി മുടിയിലേക്ക് കിടക്കാം അല്ലേ? നമുക്ക് മുടിയുടെ കാര്യം ചിന്തിക്കാം. മുടിയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ചെലവില്ലാത്ത രീതിയിലൊക്കെ മുടി ചെയ്തുകൊണ്ട് പോവാം അല്ലേ? സൂക്ഷിച്ചു കൊണ്ടുപോവാം. അനാവശ്യമായിട്ട് യാതൊരു കെമിക്കലൊന്നും ഉപയോഗിക്കരുത് കേട്ടോ. നിങ്ങൾ നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. മുടി പിടുത്തം, മുടിയിൽ വേണ്ട ജെല്ലുകളും പാക്കും ഒക്കെ അപ്ലൈ ചെയ്തോളൂ. നിങ്ങൾക്ക് യാതൊരു ദോഷവും ഉണ്ടാവില്ല മുടിക്ക് കേട്ടോ. നിങ്ങൾ വേറെ കെമിക്കലായിട്ടുള്ള പ്രോഡക്ട്സ് അതുപോലെ ഷാമ്പു, സോപ്പ് തന്നെ ഉപേക്ഷിക്കുക. ഉപേക്ഷിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. പകരം എന്താണോ ഉപയോഗിക്കേണ്ടത് അതും ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഷാമ്പൂവിനും സോപ്പിനും പകരമായിട്ട് നമ്മൾ മുടിയിൽ എന്താണോ ഉപയോഗിക്കുന്നത് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കണ്ടു നോക്കൂ കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്തിട്ട്. സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടൺ അമർത്തിയ ഓൾ എന്ന് പറഞ്ഞ പ്രസ് ചെയ്താൽ എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. കാണാത്തവർ കണ്ടു നോക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ മാറി മാറി ഓരോ പാക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ, അതിൽ നിന്ന് നമുക്ക് നല്ല നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഒലിവ് ഓയിൽ തനിച്ച് ചെയ്യാമോ എന്ന് ചോദിച്ചു. തനിച്ച് ചെയ്യാം കേട്ടോ, ഒരു പ്രശ്നവുമില്ല. ഒലിവ് ഓയിൽ നമുക്ക് തനിച്ച് അപ്ലൈ ചെയ്യാം കേട്ടോ. വേറെ മിക്സ് ചെയ്യണമെങ്കിൽ അലോവേരയുടെ കൂടെ വേണമെങ്കിൽ മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ തേക്കുന്ന പല എണ്ണകളുടെ കൂടെ തേക്കാം. അതല്ലാതെ ഒറ്റയ്ക്കും തേക്കാം കേട്ടോ. നല്ല റിസൾട്ടാണ് ഒലിവ് ഓയിൽ. ഒലിവ് ഓയിൽ കറ്റാർവാഴയിൽ എന്ന് പറയുന്നത് ഭയങ്കര റിസൾട്ടാണ് കേട്ടോ. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അത് നല്ല റിസൾട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, ഫോട്ടോ വരെ എനിക്ക് അയച്ചു തന്നു. മുടി ഇല്ലാത്ത ഫോട്ടോ, മുടി പിന്നെ ഇത് തേച്ചപ്പോൾ ഉണ്ടായിരുന്ന ഫോട്ടോ. അപ്പോൾ ഇത് 2 ഫോട്ടോ എനിക്ക് ഇതുപോലെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല റിസൾട്ടാണ് കറ്റാർവാഴ പ്ലസ് ഒലിവ് ഓയിൽ. അത് നല്ല റിസൾട്ടാണ്. ഇനി കറ്റാർവാഴ വേർതിരിച്ചെടുക്കാൻ പറ്റാത്തവർക്ക് വേണ്ടി ഞാൻ എളുപ്പമാർഗ്ഗം വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, അതും കണ്ടു നോക്കണേ. അത് ലീഫ് എടുത്തിട്ട് എപ്പോഴും കറ്റാർവാഴ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മുറിച്ചിട്ട് വെള്ളത്തിൽ ഇറക്കി വെക്കണം കേട്ടോ. അതിലൊരു മഞ്ഞ ദ്രാവകമുണ്ട്, അത് ചൊറിച്ചിലുണ്ടാക്കുന്നതാണ്. അപ്പം അത് ഊറ്റിപ്പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളത്തിൽ ഇറക്കി വെക്കുന്നത് കേട്ടോ. വെള്ളത്തിൽ ഇറക്കി വെച്ച് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാൻ മഞ്ഞ കളറായിരിക്കും കേട്ടോ. അപ്പോൾ അത് കളഞ്ഞിട്ട് അതിൻ്റെ പുറം തൊലി കളഞ്ഞിട്ട് കുഞ്ഞു കഷ്ണമായിട്ട് മുറിച്ചിട്ട് ഒലിവ് ഓയിൽ കുറച്ചെടുത്തിട്ട് ആ ഒലിവ് ഓയിൽ മുക്കി തേക്കണം. അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ നമ്മൾ തേച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, ധാരാളം ബേബി ഹെയർ നമുക്ക് വരും. കാരണം സ്കാൽപ്പിനെ ഹെൽത്തി ആക്കും. പിന്നെ കൂടാതെ സ്കാൽപ്പിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കും. ഈ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുമ്പോൾ നമുക്ക് ഈ ഫോളിക്കിൾസ് ഒക്കെ വികസിപ്പിച്ച് നമുക്ക് വേണ്ട ഹെയർ നമുക്ക് വളരും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഏറ്റവും ഒലിവ് ഓയിൽ മാത്രം തേച്ചാലും കുഴപ്പമില്ല. ഇനി കിട്ടുന്നവരെ ആണെങ്കിൽ കറ്റാർവാഴ, അലോവേര മിക്സ് ചെയ്ത് തേച്ചാൽ 100 ഇരട്ടി റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കിട്ടാവുന്നവർ അത് തേച്ചോളും. അതിന് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ, അത് കണ്ടു നോക്കൂ. എളുപ്പമാണ്. കുറച്ച് ഒലിവ് ഓയിൽ എടുക്കുക, ഒരു കഷ്ണം ഇത് അലോവേര എടുക്കുക, അതിൽ മുക്കി അതിൻ്റെ പുറം തൊലി കളയാം. ഒരു വശത്തെ തൊലി കളഞ്ഞിട്ട് ആ ജെല്ലുള്ള വശം കിട്ടും, മുക്കി ഈ ഒലിവ് ഓയിൽ മുക്കി ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നിങ്ങൾക്ക് 2 3 പ്രാവശ്യം തേക്കാം, ഒരു കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഈ ആയുർവേദം നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത കാര്യമാണ് കേട്ടോ. നെല്ലിക്കപ്പൊടി ഉപയോഗിക്കുക, അതുപോലെ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ആയുർവേദ പൊടികളൊക്കെ മേടിച്ച് വയ്ക്കുക. പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇരട്ടിമധുരം, നെല്ലിക്കപ്പൊടി, മൈലാഞ്ചിപ്പൊടി, നിലമരി, അങ്ങനെ ഒരുപാട് ഞാൻ ഇതുപോലെ ആയുർവേദ പൊടികൾ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. കുറച്ച് കൂട്ടുകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്യുക, നന്നായിട്ട് നമുക്ക് മുടി വളരും കേട്ടോ. അപ്പോൾ നല്ല തിക്നെസ്സോടുകൂടി മുടി ഉണ്ടാവും. നമ്മൾ വളരെയധികം ഭംഗിയായിട്ട് ശ്രദ്ധിച്ചാൽ ഇഷ്ടം പോലെ മുടി നമുക്ക് ഉണ്ടാവും. പോയ മുടി പൊക്കോട്ടെ, അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട കേട്ടോ. ഒരു ദിവസം 100 മുടി വരെ പോകുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പോയ മുടിക്ക് പകരം മുടി വരണമെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഇതുപോലെ വേണ്ട കാര്യങ്ങൾ, ടിപ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. ഉപയോഗിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ധാരാളം മുടി ഉണ്ടാവും കേട്ടോ. ഒരാൾ പോലും മുടിയില്ല എന്ന് പറയില്ല കേട്ടോ, മുടി വളരുന്നില്ല എന്ന് പറയില്ല. മുടി കൊഴിച്ചിൽ ശരിക്കും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഈ പറയുന്ന ടിപ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്, 100% ഉറപ്പുണ്ട് കേട്ടോ.
കാരണം എന്താണ്? അങ്ങനെ ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കമന്റിലും ഇട്ടിട്ടുണ്ട്. കൂടാതെ നേരിട്ട് കാണുമ്പോഴും പറയുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കുടുംബക്കാരുടെയൊക്കെ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇതുപോലെ പറഞ്ഞു കൊടുത്ത് പിന്നെ കാണുമ്പോൾ അവർ പറയും നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ, നന്നായിട്ട് മുടി വളരുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറയും. അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇതെല്ലാം ഈ ഓരോ ടിപ്സും ഞാൻ പറഞ്ഞു തന്നത് ജെല്ലുകളാണെങ്കിലും ഓയിലാണെങ്കിലും പൊടികളാണെങ്കിലും ഇതെല്ലാം ഞാൻ തേക്കുന്ന എല്ലാ പാക്കും ആണ് കേട്ടോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ്. അത് നിങ്ങൾക്ക് കൂടി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. ഒരുപാട് പേര് കുറേ ഡോക്ടർമാരെയും കണ്ടു, അതിനുള്ള മരുന്ന് കഴിക്കും, അതുപോലെ ഓയിലൊക്കെ മേടിച്ച് വരട്ടെ, എന്നിട്ട് ഒരു റിസൾട്ട് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നോട്. അപ്പോൾ ഈ നമ്മുടെ കുഞ്ഞു പാക്ക് കേട്ടോ, അത് പൈസ ചിലവില്ലാത്ത എക്കണോമിക്കലായിട്ടുള്ള പാക്കുകൾ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പറമ്പിലും വീട്ടുമുറ്റത്തും ഒക്കെ ചുറ്റിലും ഒക്കെ കാണുന്ന ആയുർവേദ ചെടികളാണ്. അതിൽ നിന്നൊക്കെ ഓരോന്നിനും ഓരോന്നിനും ഓരോ ഗുണങ്ങളാണ്. മഞ്ഞപ്പിത്തത്തിന് നമ്മൾ കഴിക്കുന്ന കീഴാർനെല്ലി ഉണ്ടല്ലോ, അതൊക്കെ മുടി സൂപ്പർ ആണ്, മുടി വളരാനായിട്ട് വളരെ സൂപ്പറാണ്. അതിൻ്റെ താളിയൊക്കെ അതും ഇട്ടിട്ടുണ്ട് കേട്ടോ. കീഴാർനെല്ലിയുടെ താളി എടുക്കുന്നതും എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ, നിങ്ങൾക്ക് കിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ പുതിയ വർഷത്തിൽ പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഈശ്വരനെ വിചാരിച്ച് എല്ലാ മടിയും കളഞ്ഞ് എല്ലാ ക്ഷീണവും മാറ്റി നമ്മൾ മുന്നിട്ടിറങ്ങിക്കോളൂ കേട്ടോ. പിന്നെ ഇന്നലെ കുറച്ച് ടിപ്സും കാര്യങ്ങളും പറഞ്ഞു നമ്മുടെ ശരീരം നോക്കാനായിട്ട്. രാവിലെ എണീക്കുമ്പോൾ ക്ഷീണം ഇല്ലാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം അല്ലേ? നമ്മൾ ഫാനിൻ്റെ നേരെ താഴെ കിടക്കുമ്പോൾ നീർപ്പിടുത്തമുള്ളവർക്ക് അതുപോലെ നീർവീഴ്ചയുള്ളവർക്കൊക്കെ അത് കൂടും. പിറ്റേ ദിവസം രാവിലെ നമുക്ക് ബെഡിൽ നിന്ന് എണീക്കാൻ പോലും പറ്റില്ല കേട്ടോ. അപ്പം നേരിട്ട് കിട്ടാതിരിക്കാൻ ഒന്നില്ലെങ്കിൽ കൊതുക് വല കേട്ടോ, മോസ്കിറ്റോ നെറ്റിൻ്റെ ഉള്ളിൽ കിടക്കാം. പിന്നെ കാല് വേദനയുള്ളവർ സോക്സ് ഇട്ട് കിടക്കാം. അപ്പം ഇങ്ങനെ നമ്മളെ കുറച്ച് കാര്യങ്ങളൊക്കെ ചിലവർ ഇല്ല ഇനി കൊതുക് വല ഇല്ലെങ്കിൽ നിങ്ങൾ ക്യാപ്പ് ഇടാം, പിന്നെ പുതച്ച് കിടക്കുക കേട്ടോ, സൈഡ് മാറി കിടക്കുക. ഡയറക്റ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഈ കാറ്റൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ, നല്ല നീരുവീഴ്ച ഉണ്ടാവും. നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കും ഞാൻ പറഞ്ഞ പോലെ കേട്ടോ. അതുപോലെ ചൂടുവെള്ളം പച്ചവെള്ളം മിക്സ് ചെയ്ത് കുളിക്കരുത്. ഒന്നില്ലെങ്കിൽ ചൂടുവെള്ളം അല്ലെങ്കിൽ പച്ചവെള്ളം കേട്ടോ. ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് ക്ഷീണം ഉണ്ടാക്കും ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴും കുളിക്കുമ്പോഴും ഒക്കെ കേട്ടോ. അപ്പോൾ അതുപോലെ ഈ ഡയറക്റ്റ് ആയിട്ടുള്ള കാറ്റ് കിട്ടുമ്പോഴും ഫാനിൻ്റെ കാറ്റ് കിട്ടുമ്പോഴൊക്കെ നീർവീഴ്ച ഉണ്ടാവും. അതുപോലെ എ സിയിൽ കിടക്കുമ്പോഴൊക്കെ വിഷമങ്ങളുണ്ടാവും. പക്ഷെ നമ്മൾ അറിയില്ല കാര്യം കേട്ടോ. നിങ്ങൾക്ക് വേറെ അസുഖമൊന്നും ഉണ്ടാവില്ല, ഇതൊക്കെ ആയിരിക്കും പ്രശ്നങ്ങൾ കേട്ടോ. അപ്പം എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കുക, നമ്മളുടെ ശരീരം ശ്രദ്ധിക്കുക, നമ്മളെ തന്നെ നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ യാതൊരു പൈസയും ഇല്ലാതെ നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റും. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്യണം കേട്ടോ. എല്ലാവരുടെ നന്മയ്ക്കായിട്ടാണ് പറയുന്നത്. എല്ലാവർക്കും നല്ലത് വരട്ടെ കേട്ടോ. നാളെ കാണാം നല്ലൊരു വീഡിയോ ആയിട്ട്. ബൈ.